പ്രധാനമന്ത്രി നരേന്ദ്രമോദി മലയാള ഭാഷയ്ക്കെതിരാണ് എന്നാണ്. എനിക്ക് മനസ്സിലാകുന്നില്ല. രാഹുൽ ഗാന്ധി ഇന്നേ വരെ നടത്തിയ ഏതെങ്കിലും ഒരു പ്രസംഗത്തിൽ മലയാളത്തിൽ ഒരു വരി പറഞ്ഞതായി ഞങ്ങൾ എവിടെയും കേട്ടിട്ടില്ല. പക്ഷേ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അദ്ദേഹം കേരളത്തിൽ വന്ന് നടത്തുന്ന പ്രസംഗങ്ങളിലൊക്കെ മലയാളത്തിൽ 2 വരിയെങ്കിലും ഉൾപ്പെടുത്താൻ അദ്ദേഹം ശ്രമിക്കാറുണ്ട്. അദ്ദേഹം മലയാളികളുടെ വേഷവിധാനങ്ങൾ അണിയുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നയാളാണ്. കേരളത്തിലെ മാത്രമല്ല, തമിഴിന്റെ കാര്യത്തിലും അങ്ങനെയാണ്. ഐക്യരാഷ്ട്രസഭയിൽ പോയി തമിഴിൽ പ്രസംഗിച്ചയാളാണ് നരേന്ദ്രമോദിജി. തമിഴിലെ വളരെ പ്രശസ്തമായിട്ടുള്ള കവിവാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട്, തമിഴ് വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട്, തമിഴ് കവിതകൾ ഉദ്ധരിച്ചുകൊണ്ട് ഐക്യരാഷ്ട്രസഭയിൽ പ്രസംഗിച്ചിട്ടുള്ള ഇന്ത്യയിലെ ഒരേ ഒരു പ്രധാനമന്ത്രി അത് ശ്രീ നരേന്ദ്രമോദിയാണ്. ലോകത്തിലെ ഏറ്റവും പ്രാചീന ഭാഷയായ തമിഴിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഏറ്റവും നല്ല നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ളത് നരേന്ദ്രമോദിജിയാണ്. അപ്പൊ നരേന്ദ്രമോദിജിയെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ ആളാക്കി അല്ലെങ്കിൽ ഒരു ഭാഷയുടെ ആളാക്കി ചിത്രീകരിച്ച് ഭാഷയുടെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അബ്ദുൾ റഹീമിന്റെ കാര്യത്തിൽ മതപരമായ രീതിയിൽ ആളുകളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ച രാഹുൽ ഗാന്ധി ഇപ്പോൾ ഭാഷയുടെ പേരിൽ മലയാളികളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. രാജ്യത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് അകറ്റാൻ വേണ്ടി ശ്രമിക്കുന്നു. രാഹുൽ ഗാന്ധി മനസ്സിലാക്കേണ്ടത്, ലോകത്തെവിടെ പോയാലും ആ ഭാഷ സ്വായത്തമാക്കുന്നതിൽ, അവിടുത്തെ ഭാഷ സ്വായത്തമാക്കുന്നതിൽ നല്ല കഴിവ് പ്രകടിപ്പിക്കുന്നവരാണ് മലയാളികൾ. ഭാഷ പഠിച്ചില്ലെങ്കിൽ പോലും ലോകത്തേത് സ്ഥലത്ത് പോയി കഴിഞ്ഞാലും ആ പ്രദേശത്തെ ഭാഷയും ആ പ്രദേശത്തെ ലോക്കൽ സ്ലാങ്ങും അടക്കം സ്വായത്തമാക്കുന്നതിൽ അസാമാന്യമായ കഴിവുള്ളവരാണ് മലയാളികൾ എന്ന് രാഹുൽ ഗാന്ധി മനസ്സിലാക്കണം. അല്ലാതെ രാഹുൽ ഗാന്ധിയെ പോലെയോ അദ്ദേഹത്തിന്റെ മാതാവിനെ പോലെയോ ബഹുമാനിയായ സോണിയാഗാന്ധിയെ പോലെയോ ഇറ്റാലിയൻ ഭാഷയിൽ ഹിന്ദി എഴുതി പ്രസംഗിക്കേണ്ട ഗതികേട് ഒരു മലയാളിക്കുമില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കണം. ഇറ്റാലിയൻ ഭാഷയിൽ തർജ്ജമ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ എഴുതിക്കൊണ്ട് മലയാളത്തിലോ ഹിന്ദിയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭാഷയിലോ പ്രസംഗിക്കേണ്ട ഗതികേട്, സംസാരിക്കേണ്ട ഗതികേടൊന്നും BJP-ക്കാർക്കുമില്ല, മലയാളികൾക്കുമില്ല എന്ന് രാഹുൽ ഗാന്ധി മനസ്സിലാക്കണം.